എന്താ ഇളിച്ചുള്ള നിപ്പ്. ഹോ, അത് കണ്ട പിന്നെ വേറെ ഒന്നും കാണണ്ട. പുള്ളിക്കാരൻ്റെ പിറന്നാളാണ്, അതിൻ്റെ ഒരു സന്തോഷമാണ് ആ കാണുന്നത്. പിന്നെ ഇന്നല്ലാട്ടോ കറക്റ്റ് പിറന്നാളിൻ്റെ ഒരു 2 ദിവസം മുമ്പേ നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ പിറന്നാളിൻ്റെ അന്ന് എല്ലാവർക്കും ബിസിയാണ്. സോ അത് 2 ദിവസം മുമ്പ് അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ആഘോഷം എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ആഘോഷമൊന്നുമല്ല, ഒരു കുഞ്ഞാഘോഷം. ഒരു കേക്ക് മുറി, കുറച്ച് മിഠായി, പിന്നെ ഒരു പായസം, ഒരു കുഞ്ഞ് സദ്യ, ഇത്രയേ ഉള്ളൂ. ദാ കഴിഞ്ഞു. പിന്നെ കുറച്ച് അവൻ്റെ ഫ്രണ്ട്സും, അതായത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറപ്പുറമുള്ള കുറച്ച് മക്കൾ, പിന്നെ കുറച്ച് ബന്ധുക്കളും. അതോടുകൂടി അവൻ്റെ പിറന്നാളങ്ങ് കഴിഞ്ഞു. എന്നാലും അതിൽ അവൻ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അവൻ്റെ ആ ഹാപ്പിനെസ്സിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ദാ ഈ കാണുന്ന പിള്ളേരൊക്കെ അന്ന് വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ വെക്കേഷനാണെന്നും പറഞ്ഞ് സ്കൂളിലെ പോലെ കളിക്കാനും പറ്റുന്നില്ല, ഫ്രണ്ട്സും ഇല്ല. പിന്നെ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തേക്കും ഇറക്കില്ല. വൈകിട്ടുള്ള ഈ ഒരു ഇത്തിരി സമയമല്ലേ പിള്ളേർക്ക് കളിക്കാൻ കിട്ടണുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസമാകുമ്പോൾ രാവിലെ തൊട്ട് തന്നെ അവൻ്റെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവന് പിന്നെ ഹാപ്പി ആവാൻ വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ ഈ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്ന സദ്യ, അതൊന്നും നമ്മുടെ എന്താ പറയുക ആ ഏരിയയിലേക്ക് പോലും അവരെടുക്കത്തില്ല. കാരണം സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതിപ്പോൾ എല്ലാ പിള്ളേർക്കും അങ്ങനെയാണ്. പിള്ളേർ മാത്രമല്ല, നമ്മളും പൊതുവെ അങ്ങനെയാണല്ലോ. എന്തായാലും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാവരും കൂടി അതങ്ങ് കഴിച്ചു. എല്ലാവരുടെയും ഒരു സന്തോഷം. പിന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നൊരു ദിവസം കൂടിയിട്ടാണല്ലോ ഇവൻ്റെ ഈ പിറന്നാളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കുഞ്ഞു ദിവസം അങ്ങോട്ട് കടന്നുപോയി. ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ ഇവരാണെന്നുണ്ടെങ്കിലോ, പിറന്നാളുകാരനാണെന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള തിരക്കിലാണ്. ആ ഏരിയയിലേ ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ വേഗം എന്തൊക്കെയോ കഴിച്ചിട്ട് കൊത്തി പറക്കിയിട്ട് ഓടിയാന്ന് പറയാമല്ലോ, അങ്ങനെ അങ്ങ് പോയി. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു മെയിൻ കാര്യം.